ഒരുപാട് പേര് മത്സ്യത്തൊഴിലാളികളൊക്കെ വന്ന് ബോട്ടിനും വഞ്ചിക്കൊക്കെ വന്ന ആളുകളെ രക്ഷിച്ച കഥ. അതുപോലെ ഇന്ത്യൻ സൈന്യം ഹെലികോപ്റ്ററിന് വന്നിട്ടും രക്ഷിച്ചതാണ്. അപ്പോൾ അവരോടൊരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രളയ സ്മാരക ശില്പം ഞാൻ തയ്യാറാക്കിയത്. ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിയിട്ടാണ് ഓരോ ചിത്രങ്ങളും നമ്മൾ ചെയ്യാറ്. പക്ഷേ വലിയ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു സ്പോൺസർഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമാണ്. കാരണം ഇത്രയും മെറ്റീരിയൽ കളക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ ബലൂണിൻ്റെ കേസ് തന്നെ 1,00,000 ബലൂൺ വാങ്ങണം. അപ്പോൾ വിവിധ നിറങ്ങളിലുള്ളതാണ്, അത് അവിടെ സ്ഥലത്ത് എത്തിക്കണം. ഈ ഗ്രൗണ്ട് മുഴുവൻ കാർപ്പറ്റ് വിരിക്കണം, വല കെട്ടണം, റോപ്പ് വേണം, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് വേണ്ടി വരും. അപ്പോൾ ഇത്രയും കലകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എനിക്കതിനുള്ളൊരു സാമ്പത്തിക ഭദ്രത ഉള്ള ആളൊന്നുമല്ല. പക്ഷേ നമ്മൾ ജോലി ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളുടെ കൂടെ കുറച്ച് പേര് ജോലിക്കാരായിട്ടുമുണ്ട്. എൻ്റെ ജോലി എന്ന് പറയുന്നത് മെയിനായിട്ട് ശില്പങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചിത്രങ്ങൾ വരയ്ക്കുക, ശില്പങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മൂവിങ് മിറാക്കിൾസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം വീട്ടിൽ തന്നെ ഞാൻ നടത്തുന്നുണ്ട്. അതിലേതാണ്ട് ഒരു 12ഓളം പേര് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഒക്കെ ആർട്ടിസ്റ്റുകളൊന്നുമല്ല, പക്ഷേ ബെൽഡ് ചെയ്യാനും നമുക്ക് ഒട്ടിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന സഹായികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ താലപ്പൊലി എന്ന് പറയുന്ന ഒരു സമയത്താണ് നമ്മളൊരു 26 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചലിക്കുന്ന ശില്പങ്ങളിലാണ് ഞാൻ ഈ ശില്പങ്ങളുടെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചലിക്കുന്ന ശില്പങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാം ഭീമാകാരമായിട്ടുള്ള വലിയ ചലിക്കാത്ത ശില്പങ്ങൾ പണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണാറുണ്ട്. വളരെ ഘനഗംഭീരമായിട്ടുള്ള ജീവനോളം തുടിക്കുന്ന ഒരുപാട് ശില്പങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട്, ഇതൊക്കെ ഒന്ന് മനുഷ്യനെ പോലെ അല്ലെങ്കിൽ ജീവികളെ പോലെ ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളത് നമ്മൾ ആശിക്കാറുണ്ട്. അപ്പോൾ ജയൻ മരിച്ചിട്ടൊരു 20 വർഷം കഴിഞ്ഞ സമയത്ത് ജയൻ്റെ തരംഗമുള്ളൊരു സമയം, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഈ ജയൻ്റെ ശില്പം അവസാനമായി അദ്ദേഹം ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ശില്പം ചെയ്താലോ. അങ്ങനെയാണ് ജയൻ ഹെലികോപ്റ്ററിൽ കിടക്കുന്ന ഒരു തെർമോക്കോളിലാണ് അന്ന് ജയൻ്റെ ഒരു ശില്പം ഉണ്ടാക്കുന്നത്. ഷർട്ടുമൊക്കെ ഇടിയിച്ച്, ഓവർകോട്ടൊക്കെ ഇടിയിച്ച്, പാൻറ്റൊക്കെ ഇട്ട് അദ്ദേഹം കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് അതിനകത്ത് കാണിച്ചിരുന്നത്. അന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു ഒരാൾ കൂടിയായിരുന്നു വീരപ്പനെ പിടിക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് വീരപ്പനാണ് ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്നത്. ഹെലികോപ്റ്ററിൻ്റെ പുറത്തേക്ക് തലയിട്ടിട്ട് ജയനെ നോക്കുന്ന ഒരു സീനാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ തൂങ്ങിക്കിടക്കുന്ന ജയനും വീരപ്പനും അന്നത്തെ കാലഘട്ടങ്ങളിൽ ഭയങ്കര ചർച്ചാ വിഷയമായതുകൊണ്ട് അതിൽ ചലിക്കുക എന്ന് പറയുന്നത് 2 ഫാൻ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഈ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ വലിയ ലീഫ് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ ഇങ്ങനെ മേലോട്ടാക്കി വെച്ചിട്ട് അതുപോലെ ലീഫിന് നീളമൊക്കെ കൂട്ടി അതിങ്ങനെ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കറങ്ങുമല്ലോ. അപ്പോൾ അതൊരു വർക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബാക്കിലൊരു ചെറിയ പങ്കയും കൂടിയും വെച്ച് കൊടുത്തു. ഇതാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചലനാത്മക ശില്പം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ആ ഒരു ശില്പം, ചലനാത്മക ശില്പം അന്ന് കാണികൾക്ക് ജയൻ്റെ ഡയലോഗും ജയൻ്റെ പാട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ആളുകൾക്ക് അതൊരു ആവേശമായിട്ടായ ഒരു ശില്പം മാറി എന്നുള്ളതാണ്. ആ ശില്പം ഞാൻ ഇരിങ്ങാലക്കുട പള്ളിപ്പെരുന്നാളിനാണ് ഇത് പാരിഷ് ഹാളിൻ്റെ മുമ്പിലാണ് വെക്കുന്നത്. അതിനുശേഷം അത് വേറൊരാളത് എൻ്റെ കയ്യിൽ നിന്ന് ആ ശില്പം വില കൊടുത്ത് വാങ്ങുകയും ആ ശില്പം ഒരു 11 സ്ഥലങ്ങളിൽ, ഇതടക്കം 12 സ്ഥലങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. 11 സ്ഥലങ്ങളിൽ, കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അയാൾ വർക്ക് പിടിച്ചിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു വരുമാന മാർഗ്ഗമാണെന്ന് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതിന് പിറ്റേ വർഷം മുതൽ കൊടുങ്ങല്ലൂർ താലപ്പൊലി വന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു ശില്പം അവിടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് പുതുതായിട്ടൊരു ശില്പം കൂടി ഉണ്ടാക്കുന്നത്. നമ്മുടെ ആനയുടെ ശില്പം വരുന്നത്, തുമ്പിക്കൈ പൊക്കുകയും ചെവിയാട്ടുകയും തലയാട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു ആനയുടെ ശില്പം വരുന്നത്. അന്ന് ഈ തുമ്പിക്കൈയൊക്കെ വളയ്ക്കുക എന്ന് പറയുന്നത് ഉള്ളിൽ നമ്മൾ കേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ തുമ്പിക്കൈ. സാധാരണ ആദ്യം നമ്മൾ പുറമേ കമ്പി കെട്ടി വലിക്കാനൊക്കെ നോക്കി, അപ്പോൾ ആ കമ്പി കാണും. അപ്പോൾ ആ കമ്പി കാഴ്ച ഒഴിവാക്കാണ്ട് തുമ്പിക്കൈയുടെ ഉള്ളിൽ കൂടെ തന്നെ കേബിൾ ഇട്ടിട്ട് ഇതിനെ വളയ്ക്കുക, തുമ്പിക്കൈ പൊക്കുക, അതുപോലെ തന്നെ ചെവിയാട്ടുക, അതുപോലെ തന്നെ തലയാട്ടുക. ഇതൊക്കെയാണ് നമ്മൾ അതിനകത്തൊരു മൂവ്മെൻറ്റ്സ്
കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഈ ഈ ആനനെ ചലിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ശരിക്കും ഈ മോട്ടറിൻ്റെ RPM എന്ന് പറയുന്നത് 1440 ഈ 1440 സ്പീഡിലൊരു സെക്കൻഡിൽ ഒരു മിനിറ്റിൽ കറങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വളരെ സ്ലോ ആക്കിയെങ്കിൽ മാത്രമാണ് നമുക്കായൊരു ചലനാത്മകം കൃത്യമാവുള്ളൂ. കാരണം തുമ്പിക്കൈ പൊക്കുന്നതിൻ്റെ ചലനവും ചെവി ആട്ടുന്നതിൻ്റെ ചലനവും രണ്ടും രണ്ടാണ്. ചെവി അല്പം ഇത്തിരി സ്പീഡിലായിരിക്കും നമ്മൾ ആന ആട്ടുക, പക്ഷെ തുമ്പിക്ക് വല്ലപ്പോഴൊക്കെ പൊക്കുള്ളൂ. തലയും അതുപോലെ തന്നെ മൂവ്മെൻ്റാണ്. അപ്പോൾ അത്തരത്തിൽ മൂവ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ 1440 സ്പീഡിൽ കറങ്ങുന്ന മോട്ടറിനെ നമ്മൾ വളരെ റെഡ്യൂസ് ചെയ്യണം, വളരെ കുറച്ചാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് അന്ന് ചെയ്തതെന്ന് വെച്ചാൽ ഈ മോട്ടറിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് 2 സൈക്കിളിൻ്റെ വീലെടുത്തിട്ട് ബെൽറ്റ് മോട്ടറിലേക്ക് ഘടിപ്പിച്ചിട്ടാണ് ഇതിനെ വളരെ സ്ലോവിൽ നമ്മൾ ഇതിനെ കറക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സൈക്കിളിൻ്റെ വീലും ഒരു വലിയ സൈക്കിളിൻ്റെ വീലും വെച്ചിട്ട് രണ്ടിനും 2 സ്പീഡ് കൊടുത്തു. ആ ലിങ്ക് കണക്ട് ചെയ്തിട്ടാണ് ഈ ചെവി ആട്ടാനായിട്ട് സ്പീഡ് കൂടുതലും അതുപോലെ തന്നെ ഈ തുമ്പിക്കൈ പൊക്കാനായിട്ട് സ്പീഡ് കുറവായിട്ട് അതിനെ കണക്ട് ചെയ്തു. പക്ഷേ കുറേ വർക്കുകൾ ഇങ്ങനെ ഇപ്പോൾ ആന കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിങ് കോങ് ചെയ്തു, 25 അടി ഉയരമുള്ള കിങ് കോങ് ചെയ്തു. ചെണ്ട കൊട്ടുന്ന മണിച്ചേട്ടനും അതുപോലെ തന്നെ ബിജുക്കുട്ടനും അയ്യപ്പൻ ബൈജും ഒക്കെ സൈഡിലൊക്കെ ഇരുന്ന് ചെണ്ട കൊട്ടുന്നതും വലിയൊരു കിങ് കോങ് ഇരുന്നിട്ട് ചെണ്ട കൊട്ടുന്നതൊക്കെ ആണ് അതിൻ്റെ അന്നത്തെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളൊരു ഈ മോട്ടറിൻ്റെ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ്, ഈ സ്പീഡ് കൺട്രോൾ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ശില്പങ്ങളൊക്കെ ഇതിനെ ചലിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നമ്മൾ ഈ ഒരു ശില്പങ്ങൾ ഇങ്ങനെ വാടകയ്ക്ക് പോകാൻ തുടങ്ങി. ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളിനും അതുപോലത്തെ തമിഴ്നാട്ടിൽ കാതുകുത്ത് കല്യാണവും ഉത്സവ പരിപാടികൾക്കൊക്കെ നമ്മളിത് കൊണ്ടുപോകാൻ തുടങ്ങി. നമുക്ക് നമ്മുടെ കൂടെ കുറേ നമ്മളെ ജോലിക്കാർക്കും അവർക്കും കൂടി വർക്ക് കിട്ടുന്ന രീതിയിലേക്ക് അതിനെ ഒരു മൂവിങ് മിറാക്കിൾസ് എന്നൊരു സ്ഥാപനം തന്നെ വീടിനോട് ചേർന്ന് തന്നെ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 26 വർഷമായിട്ടാണ് 26 വർഷമായി ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചലിക്കുന്ന ശില്പങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതും ഈ 100 മീഡിയത്തിൽ ഒരു മീഡിയമായിട്ടാണ് ഈ ചലിക്കുന്ന ശില്പങ്ങളായിട്ട് ഞാൻ അതിനകത്ത് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചലിക്കുന്ന ശില്പങ്ങളെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കേരളത്തിനകത്തും പുറത്തും വിദേശത്ത് വരെ കൊണ്ടുപോകാനുള്ള ഒരവസരം കിട്ടി. ഖത്തറിൽ ആനയും കിങ് കോങ്ങും ഖത്തറിൽ വരെ നമുക്ക് കൊണ്ട് പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് അന്ന് ഇവിടുന്ന് കാർഗോനാണ് അത് കൊണ്ടുപോയത്, കപ്പൽ മാർഗം അത് അവിടെ എത്തിക്കുകയും അവിടെ നമ്മളത് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിദേശത്ത് പോകാനുള്ളൊരു അവസരം കിട്ടിയതൊക്കെ അങ്ങനെയാണ്. പിന്നീട് ദുബായിൽ 2 വർഷം വർക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു ഷാർജ രാജാവിൻ്റെയും ദുബായ് രാജാവിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ചെയ്തത്. പിന്നെ എനിക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒരു 11 റെക്കോർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. 9 റെക്കോർഡുകളും ഈ അബ്ദുൽ കലാം റെക്കോർഡും അതുപോലെ തന്നെ URF റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. 2 ഗിന്നസ് കിട്ടിയിരിക്കുന്നത് എൻ്റെ പേരിലല്ല, പക്ഷേ വർക്ക് ചെയ്തത് ഞാനാണെന്ന് മാത്രം. സൗദി അറേബ്യയിൽ പോവുകയും സൗദി അറേബ്യയിൽ ലുലുവിന് വേണ്ടിയിട്ട് 2 നാഷണൽ ഡേക്കാണ് ആ വർക്ക് ചെയ്തത്. ഒന്ന് 16,000 സോപ്പും പൊടി പാക്കറ്റുകൾ ഒരു ഗ്രൗണ്ടിൽ നിരത്തി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പാക്കറ്റ് ഐറ്റംസ് ഉപയോഗിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാൻ പറ്റി. അതുപോലെ തന്നെ രണ്ടാമത് ചെയ്തത് ജിദ്ദ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ നഗരത്തിലാണ്. ജിദ്ദ എന്ന് പറയുന്ന നഗരത്തിൽ അത് ഫ്ലവർ പോട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അന്ന് ചെയ്തത്. ഏറ്റവും കൂടുതൽ 2 നിറങ്ങളാണ് അത് ഉപയോഗിച്ചത്. കെനിയെന്ന് കൊണ്ടുവന്നൊരു പച്ച നിറത്തിലുള്ള പൂക്കൾ നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ല. പല നിറങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വെള്ളയും പച്ച നിറത്തിലുള്ള പൂക്കൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവർ പോട്ട് കൊണ്ടുള്ള ഈ ചിത്രം ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ ഫ്ലവർ അല്ലാതെ ചെടികൾ കൊണ്ടൊരു ചിത്രം നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ചെയ്ത ചിത്രം എന്ന് പറഞ്ഞാൽ 100 അടി വലിപ്പത്തിലുള്ള ഒരു ചിത്രമായിരുന്നു. 80 അടി വീതി 100 അടി വലിപ്പമുള്ള വലിയൊരു ഗ്രൗണ്ടിൽ ഏതാണ്ട് ഒരു 20 ലക്ഷം രൂപയുടെ ചെടികൾ നിരത്തി വെച്ചിട്ട് വലിയൊരു ചിത്രം ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു ഭർത്താവിന് വേണ്ടി ഭാര്യ സമ്മാനമായി കൊടുത്ത ചിത്രം എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു അതിനകത്ത് അത്ഭുതപ്പെടാനുള്ളത്. കാരണം പൂർവിക മൊബൈൽസ് എന്ന് പറയുന്ന യുവരാജ് എന്ന് പറയുന്ന അതിൻ്റെ ഓണറായിട്ടുള്ള യുവരാജ് എന്ന് പറയുന്ന അയാളുടെ ഭാര്യ അയാൾക്കൊരു ഗിഫ്റ്റ് അയാളറിയാതെ കൊടുക്കണം എന്ന് ചിന്തിച്ചപ്പോൾ എന്നെ വിളിക്കുകയും ഈ ചെടികൾ വെച്ചിട്ട് ഒരു ഗ്രൗണ്ടിൽ അവരുടെ തന്നെ ഒരു വലിയൊരു ഗ്രൗണ്ടിൽ ഏതാണ്ട് ഒസൂർന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പല ഇലകൾ, നമ്മൾ ഈ ചെടികൾ, ഈ അലങ്കാര ചെടികൾ എന്ന് പറയുന്നത് വിവിധ നിറങ്ങളിലുള്ള അലങ്കാര ചെടികളുടെ ഇലകളുണ്ട്. ആ ഇലകളാണ് നമ്മളുടെ ഈ കളർ എന്ന് പറയുന്നത്. ചട്ടിയോടുകൂടി തന്നെ നമ്മൾ ഓരോ ചെടികളും ഇങ്ങനെ നിരത്തി വെക്കുകയാണ്, ഗ്രൗണ്ടിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെടിത്തോട്ടം ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ കിടക്കുന്നു, എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ ചെടിത്തോട്ടം ഉദ്ഘാടനം ചെയ്യാനായിട്ട്
യുവരാജ് എന്ന് പറഞ്ഞാൽ പടം ചിത്രം ചെയ്തിട്ടുള്ള ആളെ തന്നെ അയാളുടെ ഭാര്യ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ആളുകളൊക്കെ കൂടിയിരിക്കുന്നു. അയാളൊരു ചെടി എടുത്തിട്ട് ആ ചിത്രത്തിനോടൊപ്പം വെക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ അരികിലാണ് ആ ചെടി കൊണ്ടുവച്ചതെന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ അദ്ദേഹം വെച്ച് കഴിഞ്ഞതിന് ശേഷം നിൽക്കുമ്പോൾ ഹെലിക്യാം ഡ്രോൺ മേലോട്ട് പൊങ്ങുകയും അതുപോലെ തന്നെ വലിയൊരു ഐപാഡിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു ഞെട്ടലാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലാണ് അദ്ദേഹം ആ ചെടി കൊണ്ടുവച്ചതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഇലകളിലും നമുക്ക് ഇത്തരം ചെടികളിലും നമുക്കൊരു വലിയ ചിത്രം, അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിരുന്നു ആ ഒരു ചിത്രം ചെയ്തതിന്. അങ്ങനെ എന്താ പറയുക, നിരവധി മീഡിയങ്ങൾ നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഓരോ ചിത്രങ്ങൾ ചെയ്യുമ്പോൾ അത്ഭുതപ്പെടുക. 97ാമത്തെ ചിത്രം ചെയ്തത് നമ്മളുടെ ലാലേട്ടൻ്റെ ജന്മദിനത്തിനാണ്. ചുള വെച്ചിട്ടുള്ള ചക്കയില തന്നെ ചക്കപ്പൊല്ലയും ചുളയും ചക്കക്കുരുവും അങ്ങനെ പ്ലാവിൻ്റെ ചക്കകളുടെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ലാലേട്ടൻ്റെ ഒരു ചിത്രം. അത് ചെറുതാണ്, ഒരു 8 അടി വലുപ്പത്തിലാണ് ആ ഒരു ചിത്രം ചെയ്തിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം തീരുന്ന രീതിയിലേക്കാണ് ചക്കയുടെ വ്യത്യസ്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടൊരു ചിത്രം തീർത്തത്. അങ്ങനെ ഈ ലോകത്ത് ഇനിയും ഒട്ടനേകം മീഡിയങ്ങൾ നമുക്കുണ്ട്. ആ മീഡിയങ്ങളെല്ലാം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്ക് ഇത്തരം ചിത്രങ്ങൾ ഒരുപാട് ഇനിയും ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ 100 എന്നുള്ളതൊരു ഒരു നമ്പർ മാത്രമാണെങ്കിൽ പോലും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ മനസ്സുള്ള സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഇനിയും ഇത്തരം ചിത്രങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഇതിൽ ഇത്തരം ചിത്രങ്ങളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറേ ചിത്രങ്ങളും കൂടി നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ ഞാനിപ്പോൾ എന്താ പറയുക, ഡൽഹിയിൽ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലൊരു പീഡനം നടന്ന സമയത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു മണൽ ശില്പം ഞാൻ ചെയ്തിരുന്നു. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിലാണ്. മാനിഷാദ എന്നാണ് ആ ഒരു ശില്പത്തിന് പേരിട്ടിരുന്നത്. ഒരു ഭീകരമായിട്ടുള്ള കുറേ കൈകളും ഒരു തുണി മാത്രം മറച്ചു പിടിച്ചുകൊണ്ടുള്ളൊരു സ്ത്രീയുടെ രൂപം മണലിൽ ഒരു 50 അടി വലുപ്പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ടൊരു ആശയം നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ സമൂഹത്തിലെ കുറേ പ്രശ്നങ്ങളിൽ അവൻ്റേതായ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് സംവദിക്കാനാണ്. അതുപോലെ തന്നെയാണ് ഒരു കലാകാരൻ അവൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ ചിലപ്പോൾ ശില്പങ്ങളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ടായിരിക്കാം മറ്റുള്ളവരുടെ മുൻപിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആദിവാസി മേഖലയിലുള്ള മധു കൊല്ലപ്പെട്ട സമയത്ത് ഒരു കളിമണ്ണിലൊരു പ്രതിമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 18 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ചെറിയൊരു പ്രതിമയാണ്. അതൊരു പ്രതിഷേധമായിരുന്നു, ഒരു കലാകാരൻ്റെ പ്രതിഷേധമായിരുന്നു. കാരണം മധു എങ്ങനെയുള്ള ആളാണെന്ന് അല്ല നമ്മൾ നോക്കിയത്, ഒരു മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിയുടെ ഒരു പ്രതിഷേധമായിട്ടാണ് അന്ന് ഞാൻ ഒരു ശില്പം ചെയ്തത്. ഒരുപാട് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തും വൈറലായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഈ ഒരു മധുവിൻ്റെ ചിത്രം എന്ന് പറയുന്നത്. അതൊരു പ്രതിഷേധമാണെങ്കിൽ പിന്നീട് നമ്മളൊരു പ്രളയം വന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പേര് മത്സ്യത്തൊഴിലാളികളൊക്കെ വന്ന് ബോട്ടിനും വഞ്ചിക്കൊക്കെ വന്ന ആളുകളെ രക്ഷിച്ച കഥ. അതുപോലെ ഇന്ത്യൻ സൈന്യം ഹെലികോപ്റ്ററിന് വന്നിട്ടും രക്ഷിച്ചതുള്ളൂ. അപ്പോൾ അവരോടൊരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രളയ സ്മാരക ശില്പം ഞാൻ തയ്യാറാക്കിയത്. അത് ഏതാണ്ട് ഒരു 12 അടി ഉയരമുള്ളൊരു ശില്പമായിരുന്നു. അടിയിൽ അർദ്ധഭൂമിഗോളമായിട്ടുള്ള അതിൽ ഇന്ത്യയും കേരളവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2018 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭൂമിക്ക് മുകളിൽ ഒരു തിരമാലകൾക്കുള്ളിൽ ഒരു വഞ്ചി നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ വഞ്ചിയിൽ കുറേ മത്സ്യത്തൊഴിലാളികൾ നിന്നിട്ട് കേരളത്തെ ഉയർത്തി നിൽക്കുന്നതായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ കേരളത്തെ ഒരു റോപ്പിൽ ഒരു ഹെലികോപ്റ്ററിൽ പൊക്കാൻ സഹായിക്കുന്നതായിട്ട് ഒരു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ഈ ശില്പം കേരള ലളിതകലാ അക്കാദമി ഏറ്റെടുക്കുകയും സെക്രട്ടേറിയറ്റിന് മുൻപിൽ വെച്ച് ലേലം ചെയ്യുകയും അതിൽ നിന്ന് കിട്ടിയ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. എനിക്ക് അതിനേക്കാൾ കൂടുതൽ അന്ന് സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശില്പം ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ നിയമസഭയ്ക്കുള്ളിലെ മ്യൂസിയത്തിലാണ്. അതവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതല്ല. പക്ഷേ നമ്മുടെ പരിശ്രമം കൊണ്ട് നമുക്കൊരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആദരവ് കൊടുക്കണമെന്ന് കരുതി നമ്മൾ ചെയ്തൊരു വർക്കാണ്. അന്നത്തെ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ സാറാണ് അത് മ്യൂസിയത്തിലേക്ക് മാറ്റുക. അതിപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളികളോടുള്ള ഒരു ആദരവായിട്ട്, എൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഇപ്പോഴും അത് അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ കലാകാരന് പലതും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ രണ്ടാമതൊരു പ്രളയം വന്ന സമയത്ത് നമുക്കറിയാം തുണി കൊടുത്ത് നന്മ ചെയ്ത നൗഷാദ് കാടെ
കഥ. അന്ന് എനിക്ക് തോന്നിയത് തുണികൾ കൊണ്ട് തന്നെ നൗഷാദ് ഇക്കയുടെ ഒരു ചിത്രം തീർക്കാനാണ്. ഇവിടെയും എൻ്റെ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ വെള്ളം കയറിയതാണ്, തറ വരെ വെള്ളം വന്നതാണ്. ഞങ്ങളുടെ തറവാട്ട് വീട്ടിലേക്ക് മാറുന്ന സമയത്ത് വീട്ടിലുള്ള അടിയിൽ ഇനി വെള്ളം കയറുമോ എന്നുള്ളൊരു പേടിയിൽ തുണികളെല്ലാം ഒരു കുറേ ഭാണ്ഡക്കെട്ടുകളാക്കി രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ തുണികൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തിനൊരു ചിത്രം ചെയ്താലോ, ഒരു ആദരവിന് ഒരു ചിത്രം ചെയ്താലോ എന്നുള്ളത്. അങ്ങനെയാണ് നൗഷാദ് ഇക്കയുടെ ഒരു ചിത്രം ഞാൻ ചെയ്യുന്നതും അത് ആളുകളെല്ലാം ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ കൊറോണ വന്ന സമയത്ത് ഞാൻ ഒരു കാർട്ടൂൺ അക്കാഡമി ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കാർട്ടൂൺ മതിൽ എന്ന പേരിൽ കേരളത്തിൽ ലോക്ക്ഡൗൺ സമയത്ത് ഒരാളും പുറത്തിറങ്ങാതെ വീടിനുള്ളിലിരിക്കുന്ന സമയത്ത് ബോധവൽക്കരണം എന്ന പേരിൽ കാർട്ടൂൺ മതിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാനടക്കമുള്ള ഒരു 15ഓളം പേര് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും കാർട്ടൂൺ മതിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ ബോധവൽക്കരണമായിട്ട് വരച്ചുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ കോവിഡിന് വേണ്ടി 2 ശില്പങ്ങളും ഞാൻ ഒരു ബോധവൽക്കരണ ശില്പങ്ങൾ 2 ഞാൻ അതിനോടൊപ്പം തന്നെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഏറ്റവും അവസാനമായിട്ട് ചെയ്തിട്ടുള്ളൊരു വയനാട് ദുരന്തം നമുക്കറിയാം. ആ മലയിടിഞ്ഞ് വന്നിട്ടുള്ള 7 കിലോമീറ്ററോളം ദൂരം വരുന്ന അത്രയും വലിയൊരു സ്ഥലം, ആ മണ്ണിടിച്ചിലുണ്ടായ ഒരു സ്ഥലം മുഴുവൻ ഞാനൊരു മിനിയേച്ചർ രൂപത്തിൽ ഞാനത് ഉണ്ടാക്കി എന്നുള്ളതാണ്. കുട്ടികൾക്കും കോളേജിലുള്ള ആളുകൾക്കും ഒക്കെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഇതുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ശില്പം ഞാൻ ചെയ്തത്. അതും കോട്ടയത്തുള്ളൊരു സ്ത്രീയാണ് അത് ഏറ്റെടുത്തതും ഇപ്പോൾ വടകര ക്രാഫ്റ്റ് വില്ലേജിൽ അതൊരു പ്രദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ നമുക്ക് കലാകാരന് പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കഴിയുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിദേശത്തേക്ക് പറക്കുകയാണ്, US-ലും UK-ലൊക്കെ പോയിട്ടിരുന്ന് പഠിക്കുകയാണ്. പക്ഷേ അവിടെ തന്നെ ജീവിതം മുഴുവനാക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിട്ട് നാളെ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറുകയും ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഏത് രീതിയിലാണെങ്കിൽ പോലും അവർക്ക് നമ്മളുടെ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും അതിന് സാധിക്കുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.